പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 3, 4 ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ച സമയത്തെ ഭരണാധികാരിയാണ്. ഈ 3 പ്രസ്താവനകളാണ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമായി ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വക്കം അബ്ദുൾ ഖാദർ. പൈക കലാപത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബക്ഷി ജഗബന്ധു. താഴെ തന്നിരിക്കുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ഫാസിസം, നാസിസം എന്നീ ആശയങ്ങളുടെ രൂപീകരണത്തിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ ഇവയാണ് ഫാസിസം, നാസിസം എന്നീ ആശയങ്ങളുടെ രൂപീകരണത്തിന് കാരണമായ ഘടകങ്ങൾ. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധം ഇല്ലായ്മ. അപരദന ഭൂരൂപങ്ങളിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം. എക്കൽ വീശറുകളും ഡെൽറ്റകളും ഇത് രണ്ടുമാണ് അപരദന ഭൂരൂപങ്ങളിൽ ഉൾപ്പെടാത്തവ. എന്നാൽ ഉൾപ്പെടുന്നവയാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും അതിൽ ഉൾപ്പെടുന്നവയാണ്. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4, 5. ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ. ശൈത്യകാലത്ത് വടക്കേ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന അതിശൈത്യത്തിനുള്ള കാരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. സമുദ്രതീരത്തിന്റെ മിതമായ സ്വാധീനം, ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച ശീതക്കാറ്റിന് കാരണമാകുന്നു. ഫെബ്രുവരി മാസത്തോടെ കാസ്പിയൻ കടൽ പ്രദേശത്ത് നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും വരുന്ന ശീതക്കാറ്റ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ന്യൂഡൽഹി. തെറ്റായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ തെറ്റായ ജോഡി ആൻസർ ഓപ്ഷൻ ബി ആണ്. നാളികേര ഗവേഷണ കേന്ദ്രം കൊച്ചി എന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും സമ്പദ്ഘടനയിലെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രാഥമിക മേഖല. താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 ആണ്. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് നിയന്ത്രണമുണ്ട്. ധാരാളം സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഇത് 3ഉമാണ് സംഘടിത മേഖലയുമായി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായവ. അടുത്തത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്, ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് 1982 ജൂലൈ 12 രൂപീകൃതമായി. ഇത് 3ഉമാണ് നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ.
ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാങ്ക് റേറ്റ്. ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിനാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 13. മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 13. സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി 4 പ്രാവശ്യമാണ് ഇതുവരെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആദ്യ സ്പീക്കർ എം.എ. അയ്യങ്കാർ ആണ്. അപ്പോൾ സംയുക്ത സമ്മേളനവുമായി ശരിയായ പ്രസ്താവനകളാണ്: ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി 4 പ്രാവശ്യമാണ് ഇതുവരെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ സ്പീക്കറാണ് എം.എ. അയ്യങ്കാർ. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3 മാത്രമാണ് അതുമായി ബന്ധമല്ലാത്തത്. ഗ്രാമസഭയുമായി ബന്ധമുള്ളത് നോക്കാം. ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും സഭ. ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമസഭയിലാണ്. ക്വാറം തികയാത്ത ഗ്രാമസഭകൾ രണ്ടാമത് നടത്തണം. ഇത് 3മാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സുകുമാർ സെൻ. അടുത്ത ചോദ്യം: കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ച സാക്ഷരതാ പദ്ധതി എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സമ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്ത്യോദയ അന്നയോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1 മാത്രം. പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. അപ്പോൾ അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത് പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. അടുത്ത ചോദ്യം: ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫെബ്രുവരി 2. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അഡ്വക്കേറ്റ് ജനറൽ. കേരള സർക്കാർ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2012. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ AB രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന 1, 3, 4 ശരിയാണ്. ആന്റിജൻ AB എന്നിവ കാണുന്നു. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. AB, O എന്നിവരിൽ നിന്നെല്ലാം രക്തം സ്വീകരിക്കാം. അപ്പോൾ AB രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുതകളാണ്: ആന്റിജൻ A അല്ലെങ്കിൽ B എന്നിവ കാണുന്നു. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. AB, O എന്നിവരിൽ നിന്നെല്ലാം രക്തം സ്വീകരിക്കാം. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഒരു കരൾ സംബന്ധ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനജലത്തിലൂടെ പകരുന്നു. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഇത് 3മാണ് ഹെപ്പറ്റൈറ്റിസിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന.
രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിന് ഗുണവും മറ്റേതിന് ദോഷവും ഉണ്ടാകുന്ന ബന്ധം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരപിടുത്തം. വനനശീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. എന്നാൽ ഉൾപ്പെടുന്നത് നോക്കാം. വനങ്ങൾ വെട്ടി നശിപ്പിച്ച് കൃഷിഭൂമിയാക്കി മാറ്റുന്നു, പാർപ്പിട മേഖലകളുടെ നിർമ്മാണം, ഖനന പ്രവർത്തനങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം. ഇത് 4മാണ് വനനശീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടുന്നവ. ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 2 മാത്രം. പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 4. ക്ഷയം, ചിക്കൻ പോക്സ്, വസൂരി എന്നിവയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ക്ഷയം, ചിക്കൻ പോക്സ്, വസൂരി. അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ത്വക്ക് ക്യാൻസറിന് കാരണമായേക്കാവുന്ന കിരണമാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 20 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 10 സെന്റിമീറ്റർ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആസ്ട്രോസാറ്റ്. Na ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 3, സോഡിയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2, 3, 4. മഗ്നീഷ്യം, കാൽസ്യം, ബേരിയം എന്നിവയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. മഗ്നീഷ്യം, കാൽസ്യം, ബേരിയം. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കോപ്പർ. കഥകളി നടക്കുന്നുണ്ട് എന്ന് ദേശനിവാസികളെ അറിയിക്കുവാൻ വേണ്ടിയുള്ള വാദ്യപ്രകടനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേളികൊട്ട്. ലോണ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2, അതായത് കബഡിയുമായി ബന്ധപ്പെട്ട പദമാണ് ലോണ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പെരുമ്പടവം ശ്രീധരന്റെ കൃതികളിൽ ഉൾപ്പെടുന്നവ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1, 3, 4. ഒരു സങ്കീർത്തനം പോലെ, തൃഷ്ണ, അതുപോലെ തന്നെ അഷ്ടപതി. ഇത് 3മാണ് തന്നിട്ടുള്ളതിൽ പെരുമ്പടവം ശ്രീധരന്റെ കൃതികളിൽ ഉൾപ്പെടുന്നവ. ഒരു സങ്കീർത്തനം പോലെ, തൃഷ്ണ, അഷ്ടപതി. അടുത്ത ചോദ്യം, ഒരു കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വരികൾ ആരുടേതാണ് എന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉള്ളൂർ. ചെമ്മീൻ എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1965 ചെമ്മീൻ എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2, അതായത് ഫിഷിംഗ് ആണ്. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ക്യാഷ് മെമ്മറി. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3. തന്നിട്ടുള്ള 3 പ്രസ്താവനകളും വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ്. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം, പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭകളുടെയോ വിശേഷ അവകാശത്തിന്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ, ഏതെങ്കിലും നിയമം കോടതിയിലോ ട്രിബ്യൂണലിലോ
അതിന്റെ പ്രസിദ്ധീകരണം പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതിയെ ലക്ഷ്യമായി തീരുന്നതോ ആയ വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ. ഈ മൂന്നും വിവരാവകാശത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ്. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഉൽപാദകനും വിതരണക്കാരും തമ്മിലുള്ള ബന്ധം, അതാണ് പരിധിയിൽ വരാത്തത്. എന്നാൽ ഉൾപ്പെടുന്നത് ആശുപത്രി രോഗബന്ധം, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം, വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം. ഇത് മൂന്നും ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2, 3 ശരിയാണ്. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സുഗതകുമാരി. ഗാർഹിക പീഡന നിരോധവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. എന്നാൽ ശരിയായിട്ടുള്ളത് നോക്കാം. ഈ നിയമപ്രകാരം ഒരു പോലീസ് ഓഫീസർ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സേവനദാതാവ് അഥവാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. സ്ത്രീയുമായി ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയായ ഏതൊരു പുരുഷ അംഗത്തിനെതിരെയും പരാതി നൽകാം. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2023 ജനുവരി 7. 24 വർഷത്തിനിടെ 4 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കുടുംബ വനവൽക്കരണ ക്യാമ്പയിനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ട്രീ ടീച്ചർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫേരാറാം ഫഖർ. 2023 ജയ്പൂർ സാഹിത്യോത്സവത്തിൽ കനയ്യലാൽ സോത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കെ സച്ചിദാനന്ദൻ. 2023 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച ഫ്ലോട്ടുകളിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഉത്തർപ്രദേശ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തുമക്കുരു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മാഗ്നസ് കാൾസൺ. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. CR റാവു. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രാജസ്ഥാൻ. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചെക്കിട്ടപ്പാറ. 2023 ഓഗസ്റ്റിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കതാനിയ. അവകാശികൾ ഇല്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉഗ്ദം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. RBI. 2023 ഓഗസ്റ്റിൽ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി മാജിക് റൈസ് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അസം. പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ അപൂർവമായി കാണപ്പെടുന്ന തവളകൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചോലക്കറുമ്പി തവളകൾ. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഭാരത് നെറ്റ്. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അദിതി ഗോപിചന്ദ്. LK99 എന്ന റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടർ കണ്ടെത്തിയ രാജ്യം?
ആൻസർ ഓപ്ഷൻ എ ആണ് ദക്ഷിണ കൊറിയ. കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് എം വെങ്കടരമണ. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സുലഭ് ഇന്റർനാഷണൽ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബിന്ദേശ്വർ പഥക്. അടുത്തത് മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പദങ്ങൾ. ഒന്നാമത്തേത് ഉദ്ഘാടനം, നാലാമത്തേത് ഭൗതികം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് നാലാമത്തേതാണ് ശരിയായ വാക്യം. അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. അടുത്തത് ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് സുകരം. പർവ്വതം എന്ന പദത്തിന്റെ പര്യായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2, 3, 4. ഗിരി, ശൈലം, അദ്രി. ഇത് മൂന്നുമാണ് പർവ്വതം എന്ന പദത്തിന്റെ പര്യായങ്ങൾ. ഗിരി, ശൈലം, അദ്രി. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരിയാണ്. അരക്ഷിതം, സുരക്ഷിതം, മോചിതൻ, ബന്ധിതൻ, അസ്വാഭാവികം, സ്വാഭാവികം. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള ജോഡി. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3. ഏതു കാര്യത്തിനും രണ്ടഭിപ്രായം എന്നതാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന ശൈലിയുടെ അർത്ഥം. പിരിച്ചെഴുതുക. സന്മാർഗം എന്നതെങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് സത് പ്ലസ് മാർഗമാണ് സത്മാർഗം. തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് പണ്ടാല കെട്ടിലമ്മ എന്നതാണ് തെറ്റായ ജോഡി. എന്നാൽ ശരിയായിട്ടുള്ളത് നോക്കാം. നമ്പ്യാർ, നങ്ങ്യാർ, ജനകൻ, ജനനി, ചാക്യാർ, ഇല്ലോടമ്മ. ഇത് മൂന്നും ശരിയാണ്. സുധീർ മടങ്ങി വരുമ്പോൾ ഞാനുണ്ടായി എന്ന് വരില്ല. എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. ഇവിടെ ചേർക്കാവുന്ന ഘടകപദം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പക്ഷേ എന്നുള്ളത്. സുധീർ മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം എന്നതാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം എഴുതുക. കപോലം, കവിൾത്തടം. എന്നാൽ കബോധം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാടപ്രാവ് എന്നതാണ് കബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കപോലം, കവിൾത്തടം, കബോധം, മാടപ്രാവ്. അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഇൻ ദ ക്ലാസ് ഡാഷ് സ്റ്റഡീഡ് വെൽ. നെയ്തർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് ഡാഷ് കം. അവിടെ പൂരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഹാസും ഹാവും. അപ്പോൾ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഇൻ ദ ക്ലാസ് ഹാസ് സ്റ്റഡീഡ് വെൽ. നെയ്തർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് ഹാസ് കം. Pick out the correct sentence which is having correct usages of article. Wisdom is the gift of heaven. The wisdom of Solomon is famous. ഇതിൽ ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. വിസ്ഡം is the gift of heaven. The wisdom of Solomon is famous. He hardly ever makes a mistake dash. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് does he. He hardly ever makes a mistake. Does he? Report the given sentence and choose the correct option. He said to me, please help me. Answer option D ആണ്. He requested me to help him. Pick out the incorrect sentence from the following. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. Pick out the correctly matched pair. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 കറക്റ്റ് ആണ്. ലുക്കർ ഓൺ, ലുക്കേഴ്സ് ഓൺ, ഹൂഫ്, ഹൂവ്സ്, ഗവർണർ ജനറൽ, ഗവർണേഴ്സ് ജനറൽ. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. വി വെയർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി. സിനോണിം ഓഫ് ടെമറിറ്റി ഈസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കെയർഫുൾനെസ്.
ദ ടീച്ചർ ഡാഷ് മീ ആൻഡ് ഐ ഡിഡിൻ നോ ദ ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോൾഡ് ഓൺ. ദ ടീച്ചർ കോൾഡ് ഓൺ മീ ആൻഡ് ഐ ഡിഡിൻറ്റ് നോ ദ ആൻസർ. എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് ബിറ്റ്വീൻ 50-59 ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വിൻക്വാജനേറിയൻ. അടുത്ത ചോദ്യം. ഐ വിൽ ഹാവ് ദ ജുവൽസ് ഡാഷ് ബൈ എ പ്രൊഫഷണൽ കീപ് മീ ഡാഷ് ഓഫ് സിറ്റുവേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1. ഐ വിൽ ഹാവ് ദ ജുവൽസ് അപ്രൈസ്ഡ് ബൈ എ പ്രൊഫഷണൽ കീപ് മീ അപ്രൈസ്ഡ് ഓഫ് ദ സിറ്റുവേഷൻ. ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത 10 ചോദ്യം മാത്സ് ഭാഗത്തു നിന്നുള്ളതാണ്. അതിന്റെ ആൻസറും സൊല്യൂഷൻസും പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.